നമ്മുടെ കുവൈറ്റിൽ ഇപ്പോൾ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ലിങ്ക് ആണോ, എമോച്ചിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ റിജക്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സെലക്ഷൻ മെയിൽ കിട്ടി, നിങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. പക്ഷേ വിസ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുവൈറ്റ് എമോച്ചിന്റെ കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുവൈറ്റിൽ ഇപ്പോൾ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള ലിങ്ക് ആണോ, നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞതുപോലെ കുവൈറ്റ് എമോച്ച് റിലേറ്റീവ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പുത്തൻ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് എമോച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ സുവർണ്ണ അവസരമാണ്. നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കുവൈറ്റിലോട്ട് വരാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കുവൈറ്റിൻ്റെ എമോച്ചിലോട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ലിങ്കുകളിൽ കയറിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ ഇതേപോലെ പരക്കുന്നുണ്ട്. അതെല്ലാം ഫേക്ക് ആയിട്ടുള്ള സംഭവമാണെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാര്യം ഗൂഗിൾ ഫോമിനകത്തൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ഈ അപ്ലൈ ചെയ്തവരൊക്കെ വീണ്ടും ആ ഗൂഗിൾ ഫോമിനകത്തൊക്കെ കയറിയിട്ട് വീണ്ടും ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നാട്ടിൽ നിന്ന് കുറേ പേർക്കൊക്കെ വീണ്ടും മെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാർഡ് വരും, അല്ലെങ്കിൽ ഒരു ടൈം കിട്ടും. ആ ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. കാര്യം ഒരുപാട് ആൾക്കാർക്ക് 10,000 പേർക്ക് വീണ്ടും ഇതുപോലുള്ള മെയിലും കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നേരത്തെ അപ്ലൈ ചെയ്ത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തവർക്കാണ് ഈ പറഞ്ഞ ഇന്റർവ്യൂ കാർഡ് ഇപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. വീണ്ടും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഇതേപോലെ നമ്മുടെ കുവൈറ്റ് എമോച്ചുമായി റിലേറ്റീവുമായിട്ട് ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള വീഡിയോസോ അങ്ങനെയുള്ള ലിങ്കുകളോ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്ക് ലിസ്റ്റ് നമ്മുടെ കുവൈറ്റ് എമോച്ചിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അറ്റസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളോട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതോടൊപ്പം തന്നെ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റും അറ്റസ്റ്റ് ചെയ്യേണ്ട കാര്യം നിലവിലില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്കും ഈ പറഞ്ഞതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് നിർബന്ധമില്ല എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇതൊക്കെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും സംശയമായിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഈ പറയുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതേപോലെ അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ കമന്റുകളുമാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ നിലനിർത്താനായിട്ടുള്ള കാരണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് എമോച്ചുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റ്യൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഈ പറഞ്ഞ എമോച്ചിലോട്ട് നമുക്ക് സെലക്ഷൻ മെയിൽ കിട്ടിയതിന് ശേഷവും നമ്മുടെ ഇത് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ടോ, അതായത് കുവൈറ്റ് എമോച്ചിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അറിവിലേക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതേപോലെ സെലക്ഷൻ മെയിൽ കിട്ടി, നിങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. പക്ഷേ വിസ അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ, അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരത്തെ കുവൈറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിസ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലോണോ കാര്യങ്ങളൊക്കെ കുവൈറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ പോയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിമോ കാര്യങ്ങളൊക്കെ കുവൈറ്റിൽ കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസ ഇവിടെ അടിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് മെയിനായിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത് റിജക്റ്റ് ആകാൻ സാധ്യതയുള്ളത്. അല്ലാത്ത പക്ഷം റിജക്റ്റ് ആകാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പറഞ്ഞ പാസ്പോർട്ട് അല്ല നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ള കാര്യം. നമുക്ക് ഒരു പാസ് മെയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു പാസ്പോർട്ട് അയച്ചു കൊടുക്കാനായിട്ട് പറയും. ആ ഫ്രണ്ടും ബാക്കിൻ്റെയും ക്ലിയർ ആയിട്ടുള്ള കോപ്പി നമ്മൾ അയച്ചു കൊടുക്കണം എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പലരും പഴയ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോപ്പിയൊക്കെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ 2 ഇയറിൻ്റെ വാലിഡിറ്റി നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ആ പാസ്പോർട്ടിന് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാര്യം കുറേ പേരൊക്കെ
ചിലരൊക്കെ പഴയ പാസ്പോർട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവർ ഈ പറഞ്ഞ പാസ്പോർട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ ആ പാസ്പോർട്ട് അയച്ചു കൊടുക്കും. പാസ്പോർട്ട് അയച്ചു കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വൺസ് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അതായത് കുവൈറ്റ് MOHൻ്റെ ഈ പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത പാസ്പോർട്ടിന് ചിലപ്പോൾ വാലിഡിറ്റി കുറവായിരിക്കും, അതായത് 2 ഇയറിൽ താഴെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ വിസയ്ക്ക് നമ്മൾ പാസ്പോർട്ട് അയച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 ഇയർ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിജക്ട് ചെയ്യാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ വിസ ഇഷ്യൂ ആകുന്നതാണ്. പിന്നെ റിജക്ട് ചെയ്യാനായിട്ടുള്ള കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും തരത്തിലുള്ള ക്ലെയിമോ കാര്യങ്ങളോ നമ്മുടെ പേരിൽ നേരത്തെ ഇവിടെ കുവൈറ്റിലുള്ളവരായിരുന്നെങ്കിൽ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിസ അടിക്കാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു അവസരത്തിൽ മാത്രമേ നമുക്ക് ഇതേപോലെ റിജക്ഷൻ വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലോക്കൽ കണ്ടന്റ് സെലക്ട് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും MOHൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ എടുത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത് എടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചുള്ളൂ. ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MOHയിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെയിലുകളില്ലേ, ആ മെയിലിന് റിപ്ലൈ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് തിരിച്ചയക്കുന്നുണ്ട്. തിരിച്ചയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇതെൻ്റെ ഇത്രയും നാളായി, എനിക്കിതുപോലെ നിങ്ങളുടെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിതുപോലെ വിസ ഇതുവരെ കിട്ടിയിട്ടില്ല, എൻ്റെ വിസയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വന്ന ആ ലോക്കൽ കോണ്ടാക്റ്റിൻ്റെ മെയിലിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അവിടുത്തെ പാസ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന മെയിലിൻ്റെ ഒക്കെ റിപ്ലൈകളായിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സിന് ഏറ്റവും വേണ്ട ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പാസ്പോർട്ടും കാര്യങ്ങളും. ചിലപ്പോൾ നമ്മൾ ഈ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതിൻ്റെ പുറകെ ആയിരിക്കും കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള സംശയങ്ങളായിട്ട് വീണ്ടും അവരുടെ മുമ്പിലോട്ട് ഇതുപോലെ മെയിലുകൾ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെയിലുകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അങ്ങനെ മെയിലുകൾ നിങ്ങൾ അയക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും താഴെയായി പോകാനും അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള മെയിലുകൾ നിങ്ങൾ MOHലോട്ട് അയക്കുന്നത് ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോക്കൽ കോണ്ടാക്റ്റിൻ്റെ മെയിൽ അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായി എന്ന് പറഞ്ഞുള്ള മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MOHൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു കേട്ടോ. അപ്പം ഞാൻ അതിരാവിലെ വന്നതാണ്. നമ്മുടെ മേബുള്ളയിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങ് ദൂരേന്ന് നടന്നു വന്നതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തെ അണച്ചു കേട്ടോ. നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കാൻ നല്ലൊരു കിടുക്കൻ വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നാക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് കുറേ ഇൻഫർമേഷൻസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അത് കൂടുതലും കുവൈറ്റ് MOHുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളോട് സംശയമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റുകളാണ്, നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് നമ്മൾ കൂടുതലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നതിനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുവൈറ്റ് MOHുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുവൈറ്റിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ നമുക്കുണ്ട്. ആ കൂട്ടായ്മയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുവൈറ്റിൻ്റെ കാണാക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആ വാട്സപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അംഗമാവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഇൻഫർമേഷൻസ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുവൈറ്റ് MOHൻ്റെ ഇൻഫർമേഷൻസ് ആദ്യമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് വീണ്ടും ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കുവൈറ്റ് MOHുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ കുറേ ഇൻഫർമേഷൻസ്, അതായത് ഇവിടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ലിങ്ക്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഇതുപോലുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ കുവൈറ്റ് MOHൻ്റെ കുറേ ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പുതിയ ഇൻഫർമേഷൻസ് ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നോളം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.